മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചാപ്റ്ററിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടാമത്തെ ചാപ്റ്ററായ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന ചാപ്റ്ററാണ്. പരീക്ഷയ്ക്ക് 3 or 4 മാർക്കിന് ചോദിക്കുന്ന ഏറ്റവും പ്രാധാന്യമുള്ള ഏറ്റവും എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്. ഒരല്പം ശ്രദ്ധിച്ചിരുന്നാൽ ഈ പറയുന്ന 3-4 മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. ഡെറിവേഷൻസോ ഡെഫിനിഷൻസോ ഒരുപാട് ഇല്ലാത്തൊരു ചാപ്റ്ററാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന് ഓർത്തിരിക്കുക. ക്വാണ്ടിറ്റീസിനെ കുറിച്ചും എറേഴ്സ് എന്താണ്, സിഗ്നിഫിക്കന്റ് ഫിഗർ എന്താണ്, ഡയമെൻഷണൽ ഫോർമുലയുമായി ബന്ധപ്പെട്ട ചോദ്യം, ഇങ്ങനെ 4 ടോപ്പിക്കുകളാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആദ്യ കാര്യം ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണെന്ന് പഠിക്കുക. ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എനി ക്വാണ്ടിറ്റി വിച്ച് മെഷർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ ഇൻസ്ട്രുമെന്റ് ഈസ് കാൾഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഒരു ഉപകരണം ഉപയോഗിച്ച് അളക്കാൻ പറ്റുന്ന ഏതൊരു ക്വാണ്ടിറ്റിയും ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് അറിയപ്പെടും, ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയപ്പെടുന്നു. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ സമയം ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്, അല്ലെങ്കിൽ മാസ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്, നീളം ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. ഈ പറഞ്ഞ ക്വാണ്ടിറ്റികളെയൊക്കെ തന്നെ ഒരു ഉപകരണം, ഒരു ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റും, അളക്കാൻ പറ്റും. അത്തരം ക്വാണ്ടിറ്റീസിന്റെ പേരാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. അപ്പോൾ എനി ക്വാണ്ടിറ്റി വിച്ച് മെഷർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ ഇൻസ്ട്രുമെന്റ് ഈസ് കാൾഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. മറ്റൊരു കാര്യം, ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ പ്രധാനമായിട്ടും 2 ആയിട്ട് തിരിക്കാൻ പറ്റും. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആർ ക്ലാസിഫൈഡ് ഇൻടു 2 types. The first one is fundamental quantities and second one is derived quantities. Physical quantities നെ 2 ആയിട്ട് തിരിക്കാം. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്നും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്നും. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്താണെന്ന് ചോദിച്ചാല് മറ്റു ക്വാണ്ടിറ്റികളുമായി ഡിപ്പെൻഡ് ചെയ്ത് വരാത്ത, വീണ്ടും ചെറുതാക്കാൻ പറ്റാത്ത ക്വാണ്ടിറ്റികളെയാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആയിട്ട് പറയപ്പെടുന്നത്. എന്ന് പറഞ്ഞത് മറ്റു ക്വാണ്ടിറ്റികളുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യാത്ത, വീണ്ടും ചെറുതാക്കാൻ കഴിയാത്ത ക്വാണ്ടിറ്റികളെയാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളായിട്ട് പരിഗണിക്കപ്പെടുന്നത്. ഇതിന്റെ ഡെഫിനിഷൻ നോക്കുക. Fundamental quantities are the quantities which does not depends on other quantities. മറ്റു ക്വാണ്ടിറ്റികളെ ഡിപ്പെൻഡ് ചെയ്ത് വരാത്തത്, which cannot be further simplified. ഇനി വീണ്ടും ഇതിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ചെറുതാക്കാൻ പറ്റത്തില്ല. അത്തരം ക്വാണ്ടിറ്റീസിന്റെ പേരാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാല് മാസ് ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയാണ്, ലെങ്ത് ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയാണ്, ടൈം ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ്. 8ാം ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അടിസ്ഥാന അളവുകളും അടിസ്ഥാന യൂണിറ്റുകളും. അതാണ് ഈ പറഞ്ഞ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ പേരാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്താണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൽ നിന്നും നിർമ്മിച്ചെടുക്കുന്ന ക്വാണ്ടിറ്റികൾ ഏതാണോ അത്തരം ക്വാണ്ടിറ്റീസിന്റെ പേരാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അപ്പോ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആർ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഒബ്റ്റെയിൻഡ് ഫ്രം ഏത്, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൽ നിന്നും ഒബ്റ്റെയിൻ ചെയ്തെടുക്കുന്ന ക്വാണ്ടിറ്റീസിന്റെ പേരാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഡെൻസിറ്റി ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ്. കാര്യം മാസ്, ഡെൻസിറ്റി മാസ് ബൈ വോളിയം അല്ലേ. അപ്പൊ മാസ് എന്ന് പറയുന്ന ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി അതിലുണ്ട്. അതുപോലെ തന്നെ ഫോഴ്സ്, ഡെൻസിറ്റി, ഫോഴ്സ് തുടങ്ങിയവയൊക്കെ തന്നെ എന്ത് ക്വാണ്ടിറ്റീസ് ആണ്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണെന്ന് ഓർത്തിരിക്കും. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്താണെന്നും ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യാമെന്നും ഏതൊക്കെയാണ് അതിന്റെ ഉദാഹരണങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കും. അത് കഴിഞ്ഞിട്ട് വരുന്ന കാര്യമാണ് ഫിസിക്സിൽ പ്രധാനമായിട്ടും വരുന്ന സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്. അപ്പൊ അതിന് മുന്നേ ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റിനെ ഫണ്ടമെന്റൽ യൂണിറ്റ് എന്നും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റിനെ ഡിറൈവ്ഡ് യൂണിറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഇപ്പൊ മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. അതുപോലെ തന്നെ ഡെൻസിറ്റിയുടെ യൂണിറ്റ് കിലോഗ്രാം ബൈ മീറ്റർ ക്യൂബ് ആണ് അല്ലേ. 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. കിലോഗ്രാം ബൈ മീറ്റർ ക്യൂബ് ആണ് ഡെൻസിറ്റിയുടെ യൂണിറ്റ്. അപ്പോൾ സിസ്റ്റംസ് ഓഫ് യൂണിറ്റ് ശ്രദ്ധിക്കുക. പ്രധാനമായിട്ടും 4 സിസ്റ്റമാണുള്ളത്. CGS സിസ്റ്റം, FPS സിസ്റ്റം, MKS സിസ്റ്റം, SI സിസ്റ്റം. അപ്പോൾ CGS സിസ്റ്റത്തിൽ, FPS സിസ്റ്റത്തിൽ, MKS സിസ്റ്റത്തിൽ, SI സിസ്റ്റത്തിൽ എന്താണ് വ്യത്യാസം എന്ന് ഓർത്തിരിക്കുക. CGS സിസ്റ്റത്തിന്റെ പ്രത്യേകത, CGS സിസ്റ്റത്തിൽ ലെങ്ത് മെഷർ ചെയ്യുന്നത് സെന്റിമീറ്ററിലാണ്, മാസ് മെഷർ ചെയ്യുന്നത് ഗ്രാമിലാണ്,
ടൈം മെഷർ ചെയ്യുന്നത് സെക്കൻഡിലാണ്. അതാണ് CGS സിസ്റ്റം മീൻസ്. അപ്പോൾ ലെങ്ത് ഈസ് മെഷേർഡ് ഇൻ സെന്റിമീറ്റർ, മാസ് ഈസ് മെഷേർഡ് ഇൻ കിലോഗ്രാം, ടൈം ഈസ് മെഷേർഡ് ഇൻ സെക്കൻഡ്. രണ്ടാമത്തെ സിസ്റ്റത്തിന്റെ പേര് FPS സിസ്റ്റം എന്നാണ്. FPS സിസ്റ്റത്തിന്റെ പ്രത്യേകത, FPS സിസ്റ്റത്തിൽ ലെങ്ത് മെഷർ ചെയ്യുന്നത് ഫൂട്ടിലാണ്, മാസ് മെഷർ ചെയ്യുന്നത് പൗണ്ടിലാണ്, ടൈം മെഷർ ചെയ്യുന്നത് സെക്കൻഡിലാണ്. അപ്പോൾ രണ്ട് സിസ്റ്റമായി CGS ഉം FPS. മൂന്നാമത്തെ സിസ്റ്റത്തിന്റെ പേര് MKS സിസ്റ്റം. MKS സിസ്റ്റത്തിന്റെ പ്രത്യേകത ലെങ്ത് മെഷർ ചെയ്യുന്നത് മീറ്ററിലാണ്, മാസ് മെഷർ ചെയ്യുന്നത് കിലോഗ്രാമിലാണ്, ടൈം മെഷർ ചെയ്യുന്നത് സെക്കൻഡിലാണ്. ഇതാണ് മൂന്നാമത്തെ സിസ്റ്റത്തിന്റെ പ്രത്യേകത. അപ്പോൾ CGS, FPS, MKS. ലാസ്റ്റ് സിസ്റ്റത്തിന്റെ പ്രത്യേകതയാണ് SI സിസ്റ്റം. പേരാണ് SI സിസ്റ്റം. SI സിസ്റ്റത്തിൽ പ്രധാനമായിട്ടും നിങ്ങൾ 7 ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ എന്താണെന്നും ആ ക്വാണ്ടിറ്റികളുടെ യൂണിറ്റ് ഏതാണെന്നും പഠിക്കുക. അപ്പൊ SI സിസ്റ്റത്തിൽ വരുന്ന 7 ക്വാണ്ടിറ്റികളാണ് ബോർഡിൽ എഴുതിയിരിക്കുന്നത്. ലെങ്ത്, മാസ്, ടൈം, കറണ്ട്, ടെമ്പറേച്ചർ, ലൂമിനസ് ഇന്റൻസിറ്റി, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. 3, 3, 6, 7. 7 ക്വാണ്ടിറ്റികളെയാണ് SI സിസ്റ്റത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ 7 ഫിസിക്കൽ ക്വാണ്ടിറ്റികളാണ് SI സിസ്റ്റത്തിലുള്ളത്. ഇവിടെ ഓർത്തിരിക്കുക, ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്, M എന്ന് റെപ്രസെന്റ് ചെയ്യും. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്, kg എന്ന് റെപ്രസെന്റ് ചെയ്യും, kg. ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്, S എന്ന് റെപ്രസെന്റ് ചെയ്യും. കറണ്ടിന്റെ യൂണിറ്റ് ആംപിയർ ആണ്, A എന്ന് റെപ്രസെന്റ് ചെയ്യും. ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് കെൽവിൻ ആണ്, K എന്ന് റെപ്രസെന്റ് ചെയ്യും. ലൂമിനസ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് കാൻഡല എന്നാണ്, CD എന്ന് റെപ്രസെന്റ് ചെയ്യും. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് യൂണിറ്റ് മോൾ ആണ്, MOL എന്ന്. അപ്പോൾ 7 ക്വാണ്ടിറ്റികളെയാണ് SI സിസ്റ്റത്തിൽ പരിഗണിച്ചിരിക്കുന്നത്. ലെങ്ത് ഈസ് മെഷേർഡ് ഇൻ മീറ്റർ, മാസ് ഈസ് മെഷേർഡ് ഇൻ കിലോഗ്രാം, ടൈം ഈസ് മെഷേർഡ് ഇൻ സെക്കൻഡ്, കറണ്ട് ഈസ് മെഷേർഡ് ഇൻ ആംപിയർ, ടെമ്പറേച്ചർ ഈസ് മെഷേർഡ് ഇൻ കെൽവിൻ, ലൂമിനസ് ഇന്റൻസിറ്റി ഈസ് മെഷേർഡ് ഇൻ കാൻഡല, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഈസ് മെഷേർഡ് ഇൻ മോൾ. അപ്പോൾ ലൂമിനസ് ഇന്റൻസിറ്റി കാൻഡലയാണെന്നും എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ ആണെന്നും എന്ത് ചെയ്യുക, പഠിക്കുക. ബാക്കി ഏകദേശം നിങ്ങൾ 8ലും 9ലൊക്കെ കേട്ടതാണ്, അല്ലെങ്കിൽ പരിചയമുള്ള വാക്കുകളാണ്. SI സിസ്റ്റത്തിൽ 2 സപ്ലിമെന്ററി യൂണിറ്റുകൾ ഉപയോഗിക്കാറുണ്ട്. അതിലൊന്നാണ് പ്ലെയിൻ ആംഗിൾ, രണ്ടാണ് സോളിഡ് ആംഗിൾ. പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ് റേഡിയൻ എന്നാണ്, റേഡിയൻ. റാഡ് എന്ന് എഴുതുക, റാഡ്. അപ്പോ റേഡിയൻ അല്ലെങ്കിൽ റാഡ് ആണ് പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ്. സോളിഡ് ആംഗിളിന്റെ യൂണിറ്റ് ആണ് സ്റ്റിറേഡിയൻ. അപ്പോ ശ്രദ്ധിച്ചിരിക്കുക, SI സിസ്റ്റത്തിൽ 7 ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ട്, കൂടാതെ 2 സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ് ഉണ്ട്. അതിൽ ആദ്യം സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ് ആണ് പ്ലെയിൻ ആംഗിൾ. പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ് റേഡിയൻ ആണ്, അല്ലെങ്കിൽ റാഡ് ആണ്. 2 സോളിഡ് ആംഗിൾ ആണ്, അതിനെ നമ്മൾ സ്റ്റിറേഡിയൻ എന്നറിയപ്പെടും. അപ്പൊ ഇതുവരെ നമ്മൾ പറഞ്ഞത് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണെന്നും അതിനെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യാമെന്നും ഫിസിക്സിലെ സിസ്റ്റംസ് ഏതൊക്കെയാണെന്നും ആ SI സിസ്റ്റത്തിൽ വരുന്ന 7 പ്രധാനപ്പെട്ട ക്വാണ്ടിറ്റീസും അതിന്റെ സിമ്പൽ, അതിന്റെ പ്രതീകം, യൂണിറ്റിന്റെ പ്രതീകവും, അതുപോലെ തന്നെ 2 സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസും അതിന്റെ യൂണിറ്റ്. ശ്രദ്ധിച്ച് പഠിക്കാനുള്ളത് പ്ലെയിൻ ആംഗിളിൻ്റെതാണ്. പ്ലെയിൻ ആംഗിളിൻ്റെത് റേഡിയൻ അല്ലെങ്കിൽ റാഡാണ്. സോളിഡ് ആംഗിളിൻ്റെതാണ് എങ്കിൽ സ്റ്റിറേഡിയൻ. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ലെങ്ത് മെഷർ ചെയ്യുമ്പോൾ തന്നെ നീളം അളക്കാൻ ഒരുപാട് യൂണിറ്റുകൾ ഉപയോഗിക്കാറുണ്ട്. മീറ്റർ, സെന്റിമീറ്റർ, കിലോമീറ്റർ, ഇങ്ങനെ ഒരുപാട് യൂണിറ്റുകളുണ്ട്. അതിൽ ലെങ്ത് മെഷർ ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് ഫെർമി, FERMI, ഫെർമി എന്ന് പറഞ്ഞാൽ. അതായത് ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ വലിപ്പം സാധാരണ രേഖപ്പെടുത്തുന്നത് ഈ പറഞ്ഞ ഫെർമി എന്ന യൂണിറ്റിലാണ്. ഒരു ഫെർമി എത്ര മീറ്റർ ആണെന്ന് ഒരു മാർക്കിന് ഒരു ചോദ്യം വരാം. 10⁻⁻15 മീറ്റർ ആണ് ഒരു ഫെർമി എന്ന് പറഞ്ഞാൽ. അതുപോലെ ആങ്സ്ട്രോം എന്നത് നീളത്തിന്റെ ഒരു യൂണിറ്റ് ആണ്. അപ്പോൾ ആങ്സ്ട്രോം വെച്ചുകൊണ്ട് സാധാരണ മെഷർ ചെയ്യുന്നത് ആറ്റത്തിന്റെ സൈസ് ആണ്. അറ്റോമിക സൈസ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ആണ് ആങ്സ്ട്രോം. റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ആങ്സ്ട്രോം. ഒരു ആങ്സ്ട്രോം 10⁻⁻10 മീറ്റർ ആണ് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അപ്പോ ഒരു ഫെർമി 10⁻⁻15 മീറ്റർ ആണ്. 1 ആങ്സ്ട്രോം 10⁻⁻10 മീറ്റർ ആണ്. അതുപോലെ സോളാർ സിസ്റ്റവുമായി ബന്ധപ്പെട്ട്
ലാർജ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന 3 ക്വാണ്ടിറ്റീസിന്റെ പേര് നമ്മൾ കൊച്ചിലെ പഠിച്ചിട്ടുള്ളതാണ്. അത് ലൈറ്റ് ഇയർ, അസ്ട്രോണമിക്കൽ യൂണിറ്റ്, പാരലാക്റ്റിക് സെക്കൻഡ്. ഇതിനെയാണ് നമ്മൾ പർസെക് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ലൈറ്റ് ഇയർ, അസ്ട്രോണമിക്കൽ യൂണിറ്റ്, പാരലാക്റ്റിക് സെക്കൻഡ്. ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ ലൈറ്റ് ഇൻ 1 ഇയർ. ഒരു വർഷം കൊണ്ട് ലൈറ്റ് സഞ്ചരിക്കുന്ന ദൂരത്തെയാണ് ലൈറ്റ് ഇയർ ആയിട്ട് പരിഗണിക്കാറുള്ളത്. ഒരു ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ കാണാതെ പഠിക്കുക, 9.467 ഇൻറ്റു 10⁻15 മീറ്റർ ആണ് 1 ലൈറ്റ് ഇയർ. നക്ഷത്രങ്ങളിലേക്കുള്ള ദൂരം പറയുന്നത് ലൈറ്റ് ഇയർ എന്ന യൂണിറ്റ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ലൈറ്റ് ഇയർ ഇതാണെന്നും ഒരു ലൈറ്റ് ഇയർ ഇത്രയാണെന്നും എന്ത് ചെയ്യുക, പഠിക്കുക. 2, അസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഗ്രഹങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ്. or 1 astronomical unit 1.496 into 10⁻11 മീറ്റർ ആണെന്ന് പഠിക്കും. 3, പാരലാക്റ്റിക് സെക്കൻഡ്. അതിനെ പർസെക് എന്ന് ചുരുക്കി പറയും. പർസെക് ഗാലക്സികൾ തമ്മിലുള്ള ദൂരം മെഷർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ്. 1 പർസെക് എന്ന് പറഞ്ഞാൽ 3.0857 into 10⁻16 മീറ്റർ ആണ്. അപ്പോൾ പർസെക്കിൽ ഒരു സെക്കൻഡ് ഉള്ളതുകൊണ്ട് ടൈമിന്റെ യൂണിറ്റ് ആണെന്ന് എഴുതരുത്. പരീക്ഷ ചോദിക്കും താഴെ തന്നിരിക്കുന്നവയിൽ പർസെക് ഏത് ക്വാണ്ടിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്? അപ്പോൾ ഉത്തരം ടൈമുമായി ബന്ധപ്പെട്ടതല്ല, ലെങ്തുമായി ബന്ധപ്പെട്ടതാണ്. നീളത്തിന്റെ യൂണിറ്റ് ആണ് പാരലാക്റ്റിക് സെക്കൻഡ് അല്ലെങ്കിൽ പർസെക്. 1 പർസെക് എന്ന് പറഞ്ഞാൽ 3.08 into 10⁻16 മീറ്റർ ആണ്. നോക്കുമ്പോൾ തന്നെ അറിയാം ഈ 3 അളവുകളിൽ ഏറ്റവും വലുത് ഈ പറഞ്ഞ പർസെക് ആണ്. അപ്പോൾ ലൈറ്റ് ഇയറിനെക്കാളും അല്ലെങ്കിൽ അസ്ട്രോണമിക്കൽ യൂണിറ്റിനെക്കാളും ഏറ്റവും വലിയ അളവ് എന്ന് പറഞ്ഞാൽ 1 പർസെക് ആണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ ഇതിന്റെ വലിപ്പത്തിന്റെ ഓർഡർ പഠിക്കുക. 1 പർസെക് ആണ് ഏറ്റവും വലുത്, പിന്നീട് ലൈറ്റ് ഇയർ, പിന്നീട് ഏത് അസ്ട്രോണമിക്കൽ യൂണിറ്റ്. അതുപോലെ 1 പർസെക് എന്ന് പറഞ്ഞാൽ എത്ര ലൈറ്റ് ഇയർ ആണെന്ന് ചോദിക്കും. ഒരു പർസെക് എത്ര പ്രകാശ വർഷമാണ്? അത് 3.26 ലൈറ്റ് ഇയർ ആണ്. അപ്പൊ ഇത്രയുമാണ് നീളവുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റ് യൂണിറ്റുകൾ. അടിസ്ഥാന യൂണിറ്റ് അല്ലെങ്കിൽ SI യൂണിറ്റ് എന്ന് പറഞ്ഞ മീറ്റർ ആണ്. അല്ലാതെ ഉപയോഗിക്കുന്ന യൂണിറ്റുകളാണ് ഫെർമിയും ആങ്സ്ട്രോവും. ഇനി സോളാർ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് ലൈറ്റ് ഇയറും അസ്ട്രോണമിക്കൽ യൂണിറ്റും പാരലാക്റ്റിക് സെക്കൻഡ്. അതിൽ പാരലാക്റ്റിക് സെക്കൻഡിനെ നമ്മൾ പർസെക് എന്നറിയപ്പെടും. ഏറ്റവും വലുത് ഈ പറഞ്ഞ പർസെക് ആണ്. ഒരു പർസെക് 3.26 ലൈറ്റ് ഇയറിന് തുല്യമാണ്. ഇത്രയുമാണ് ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതിൽ കൂടാതെ പരീക്ഷയ്ക്ക് ഇതിൽ നിന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ പാരലാക്സ് മെത്തേഡ് എന്താണ്? പാരലാക്സ് മെത്തേഡ് സ്പെല്ലിംഗ് നോക്കിയിരുന്ന പാരലാക്സ് മെത്തേഡ്. പാരലാക്സ് മെത്തേഡ് എന്ന് പറഞ്ഞാല് ലാർജ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനുള്ള ഒരു രീതിയാണ് പാരലാക്സ് മെത്തേഡ്. പാരലാക്സ് മെത്തേഡിലൂടെ എങ്ങനെയാണ് വലിയ ദൂരങ്ങൾ, വലിയ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ നോക്കുക. ഇപ്പൊ ഇതൊരു ഒബ്ജക്റ്റ് ആണെന്ന് കരുതുക. ഈ ഒബ്ജക്റ്റിലേക്ക് 2 സ്ഥലങ്ങളിൽ നിന്ന് ഈ ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യുക, നോക്കുക. അങ്ങനെ നോക്കുമ്പോൾ എയിൽ നിന്ന് ഒബ്ജക്റ്റിനെ നോക്കി, അതുപോലെ ബിയിൽ നിന്ന് ഒബ്ജക്റ്റിനെ നോക്കി. ഈ നോക്കിയ 2 എൻഡുകളാണ് എയും ബി. ആ എയിൽ നിന്ന് ഒബ്ജക്റ്റിലേക്ക്, ബിയിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസിനെ ക്യാപിറ്റൽ ലെറ്റർ ഡി കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. നമുക്ക് കണ്ടെത്തേണ്ടത് ഈ ലാർജ് ഡിസ്റ്റൻസ് ആണ്. ഇനി നോക്കിയ 2 എൻഡുകൾ തമ്മിലുള്ള ദൂരത്തെ സ്മാൾ ലെറ്റർ ഡി കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. ഇവയ്ക്കിടയിൽ മേക്ക് ചെയ്ത ആംഗിളിനെ തീറ്റ എന്ന് റെപ്രസെന്റ് ചെയ്യും. തീറ്റ ഇങ്ങനെ എഴുതിയ തീറ്റ എന്ന് വായിക്കുക. തീറ്റ ഇത് പാരലാക്സ് ആംഗിൾ എന്നറിയപ്പെടും. തീറ്റയുടെ പേരാണ് പാരലാക്സ് ആംഗിൾ. ഇനി ശ്രദ്ധിക്കുക, നമുക്ക് ഈ ഡി ആണ് വേണ്ടത്. തീറ്റ എന്ന് പറഞ്ഞാൽ ആർക്ക് ബൈ ലെങ്ത് ആണ്. തീറ്റ ഇസ് ഈക്വൽ ടു ആർക്ക് ബൈ ലെങ്ത്. അങ്ങനെയാണെങ്കിൽ തീറ്റ ഈക്വൽ ടു ആർക്ക്, ഇവിടെ ഉണ്ടാകുന്ന ആർക്ക് മീൻസ് അത് സ്മാൾ ലെറ്റർ ഡി ആണ്, ഡിവൈഡഡ് ബൈ ലെങ്ത്. ലെങ്ത് മീൻസ് ഇതാണ് ഈ ഡിസ്റ്റൻസ്. ആർക്ക് ബൈ റേഡിയസ് എന്നോ ആർക്ക് ബൈ ലെങ്ത് എന്നോ പറയാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ തീറ്റ ഇൻറ്റു ഡി ഈക്വൽ ടു സ്മാൾ ലെറ്റർ ഡി. അതിൽ നിന്നും ഡി ഈക്വൽ ടു ഡി ബൈ തീറ്റ എന്ന് എഴുതാം. ഇതാണ് ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ലാർജ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ലാർജ് ഡിസ്റ്റൻസ് കണ്ടെത്താൻ നോക്കിയ 2 സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരം സ്മാൾ ലെറ്റർ ഡി ഡിവൈഡഡ് ബൈ എന്തറിഞ്ഞാൽ മതി? പാരലാക്സ് ആംഗിൾ അറിഞ്ഞാൽ മതി.
ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ മേക്ക് ചെയ്യുന്ന ഒരു ആംഗിൾ ഉണ്ട്. ആദ്യം നോക്കിയതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ആംഗിൾ, അതിനെ നമ്മൾ θ1 എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. ഇവിടെ മേക്ക് ചെയ്ത ഒരു ആംഗിൾ ഉണ്ട്, ഇതിനെ നമ്മൾ θ2 എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ ഈ രണ്ട് ആംഗിൾ കൂട്ടുന്നതാണ് ഈ ആംഗിൾ എന്ന് ഓർത്തിരിക്കും. θ എന്ന് പറഞ്ഞാൽ θ1 പ്ലസ് ആരായിരിക്കും, θ2 ആയിരിക്കും. അപ്പൊ ഇതിലൂടെ θ കിട്ടുന്നു. ഈ ഡിസ്റ്റൻസ് d അറിയാമെങ്കിൽ ഈ പറഞ്ഞ ലാർജ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള എന്ത് കണ്ടെത്താം, ക്യാപിറ്റൽ ലെറ്റർ D കണ്ടെത്താം. അപ്പൊ ഇങ്ങനെ കണ്ടെത്തുന്ന അല്ലെങ്കിൽ ലാർജ് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഈ രീതിയുടെ പേരാണ് ഏതെന്ന് പറഞ്ഞാൽ പാരലാക്സ് മെത്തേഡ് എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് പാരലാക്സ് മെത്തേഡിന്റെ ചിത്രം വരയ്ക്കാനും പാരലാക്സ് ആംഗിൾ എങ്ങനെ കണ്ടെത്താമെന്നും ഈ ഇതുവഴി ഏത് ഡിസ്റ്റൻസ് കണ്ടെത്തുന്ന രീതിയൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു 3-4 മാർക്കിന് പരീക്ഷയ്ക്ക് ചോദ്യം വരുന്ന ഒരു ചാപ്റ്റർ ആണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ ക്ലാസ്സിലൂടെ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇതില് 10ാം ക്ലാസ്സിൽ നിന്ന് +1 വരുന്നവരാണ്. അപ്പോ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ഡെഫിനിഷൻസ് ഒക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കാണാതെ പഠിച്ചു വെച്ചിരിക്കുക. ഡെഫിനിഷൻസ് അതുപോലെ പഠിക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു കാര്യം. നിങ്ങളുടേതായ സെന്റൻസിൽ എഴുതുന്നതിനേക്കാളും നല്ലത് ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് അതുപോലെ എന്ത് ചെയ്യുക, കാണാറുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഫിസിക്കൽ ക്വാണ്ടിറ്റി, അതിന്റെ 2 ടൈപ്പിൽ തിരിക്കാൻ പറ്റും. അതിന്റെ ഡെഫിനിഷൻ എന്താണ്, സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്താണ്, SI സിസ്റ്റത്തിലെ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏത്, സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ് ഏത്, പിന്നെ പറഞ്ഞത് നീളവുമായി ബന്ധപ്പെട്ട് വരുന്ന ഫെർമി, ആങ്സ്ട്രോം, ലൈറ്റ് ഇയർ, അസ്ട്രോണമിക്കൽ യൂണിറ്റ്, പാരലാക്റ്റിക് സെക്കൻഡ്, പിന്നീട് ലാർജ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന രീതി, പാരലാക്സ് മെത്തേഡ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് എഴുതിയെടുത്ത് ഈ സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ എന്ത് ചെയ്യുക, പഠിക്കും.